വാട്സപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയുമായിട്ട്. അപ്പോൾ ഗൈസ്, കുറേ നാളായി നമ്മൾ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ നമ്മളിത് അവിടെ നല്ലൊരു കളർഫുൾ വീടുകളുടെ മുന്നിലാണ് ഗൈസ് ഉള്ളത്. ഇതാ ഗൈസ്, അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് പോകുന്നുണ്ട്, നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ളതാണ് ഗൈസ്. അങ്ങനെ നമ്മളിതാ ഇവിടെ ഒരു പുഴയുടെ സൈഡിലാണ് ഗൈസ് ഉള്ളത്. നമുക്ക് വെള്ളം ഒഴുകി പോകുന്നത് കാണാം. ഒഴുകുന്നുണ്ടോ അവിടെ? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിതാ വലിയ പാറയുടെ ഒക്കെ അടുത്താണ് ഗൈസ് ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മേലോട്ട് നോക്കിയാൽ കാണാം ഗൈസ്, ഇവിടെ ഒരുപാട് കളർഫുൾ വീടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം ഗൈസ്. ആ സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വെറൈറ്റി ടൈപ്സ് ഓഫ് ആൻഡ് കളേഴ്സ് ഓഫ് ഹൗസ്. ഓക്കെ ഗൈസ്, എന്താ എവിടെ വഴി അവിടെ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഏതായാലും മേലോട്ട് പോട്ടെ. നമ്മളെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നൊരു ബസ്സാണ് ഗൈസ്. അപ്പോൾ ഞാനിന്ന് ബസ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏതാ ബസ്സെന്ന്. ഇതാ അവിടെ നല്ല അടിപൊളി, നല്ല കുട്ടികൾക്കൊക്കെ കയറി പോകാൻ പറ്റിയ നല്ലൊരു സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്. എനിക്ക് കയറാൻ പറ്റില്ല, എടേ എനിക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഗ്ലിച്ച് അടിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഏതായാലും നമ്മുടെ ബസ് നിർത്തിയിട്ട സ്ഥലത്തേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏകദേശം നമ്മുടെ ബസ് കാണാനായി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. നിങ്ങൾക്ക് ഫ്രണ്ട് കണ്ട് മനസ്സിലായി, പേര് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഏതായാലും മേലോട്ട് പോട്ടെ ഗൈസ്, നമ്മളെ ബസ്സിൻ്റെ അടുത്തോട്ട്. അപ്പം ഞാനിന്ന് നല്ല വെറൈറ്റി അടിപൊളി നല്ലൊരു മാപ്പാണ് ഗൈസ് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുറേ ദിവസമായി ഗൈസ് വീഡിയോ എടുത്തിട്ട്. കാരണം വേറെ ഒന്നുമല്ല, എക്സാം ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഗൈസ്. അപ്പോൾ അതൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞൊന്ന് റെഡി ആയതിനു ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് നിങ്ങളുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ കളിക്കാനായിട്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ബസ്. ഞാൻ ഇതിൻ്റെ മുന്നേ 2 വീഡിയോ ഇതിൻ്റെ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഇതിഹാസിൻ്റെ ഇതേ ബസ് തന്നെ. അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ വേണമെങ്കിൽ ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, എല്ലാവരും ഒന്ന് പോയി കാണുക. അപ്പോൾ ഗൈസ്, ഞാൻ വണ്ടി ഏതായാലും ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റാർട്ടാകുന്ന സൗണ്ടൊക്കെ ഒന്ന് കേൾപ്പിച്ചു തരാം. ബാക്കിലാണ് എൻജിൻ. ഇതിൻ്റെ സൗണ്ട് ബാക്കിലാണ് ഗൈസ് അധികം വരിക. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൗണ്ട് എന്ന് പറയുന്നത്. ഇൻറ്റീരിയർ വ്യൂ നല്ല അടിപൊളിയാണ് ഗൈസ് കേൾക്കാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഇൻറ്റീരിയർ വ്യൂ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നതാണ്. അപ്പോൾ അധികം റിവ്യൂവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ കളർഫുൾ വേൾഡ്. ഒരു കോളനി പോലെയാണ് ഗൈസ് ഇത്. സ്റ്റെപ്പ് സൈഡിൽ കൂടെ തോടും അപ്പുറത്തും ഗൈസ്. ഈ വില്ലേജിലെ ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മഞ്ഞ പാലം നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഗൈസ് ഈ ഒരു മാപ്പ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും നമ്മളെ ബസ്സൊന്ന് റിവേഴ്സ് എടുത്ത് സ്റ്റാർട്ടാക്കട്ടെ. അതിൻ്റെ മുന്നേ നമ്മളുടെ മുന്നിലത്തെ എഞ്ചിൻ്റെ ബോണറ്റിനുള്ള സാധനം പൊക്കട്ടെ ഗൈസ്. എൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അശോക് ലേലാൻഡിൻ്റെ എഞ്ചിനാണ് ഗൈസ്. ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ലൈറ്റിൽ കത്തുന്നതാണ് ഗൈസ് അത്. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മുടെ ബസ് ഇപ്പോൾ ഉള്ളത്. നെയിം ബോർഡൊക്കെ കത്തും. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഗ്ലാസ്സൊക്കെ ഒന്ന് നീക്കട്ടെ. ഗ്ലാസ് നീങ്ങിയറിയും. ഗ്ലാസ് അല്ല, മേളത്തെ സാധനമാണ് ഗൈസ് പൊന്തിയത്. പിന്നെ നമ്മുടെ സ്റ്റിയറിങ് ഗൈസ് പുതിയ വേറെ ഒരു കളർഫുൾ സ്റ്റിയറിങ് ആക്കാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു ബ്ലാക്ക് സ്റ്റിയറിങ് ആണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ സൈഡ് ഒരു തുണി കൊണ്ടുള്ള എന്തുകൊണ്ടോ ഉള്ള റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഏതായാലും നമ്മുടെ വണ്ടി റിവേഴ്സ് എടുക്കട്ടെ ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ റിവേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി വണ്ടി നമ്മളെ മുന്നോട്ടെടുക്കാം. മാപ്പ് ആയിരുന്നു ഗൈസ്. തൽക്കാലം ഞാൻ പുറത്തിറങ്ങുന്നത് വരെ ഈ ഒരു ക്യാമറയിലാണ്. എനിക്ക് ഈ ക്യാമറയിൽ ഓടിക്കുന്നത് അത്ര. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ഇറക്കാൻ കൊണ്ടുപോവുകയാണ്. ഗൈസ്, അപ്പോൾ ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റാണ് എടുക്കേണ്ടത്. ഇവിടെ വണ്ടിയൊന്നും വരുന്നില്ലല്ലോ. ഇല്ല ഗൈസ്, വണ്ടിയൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് യൂ ടേൺ എടുക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നല്ല മാസ്മരികമായൊരു യൂ ടേൺ അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഞാൻ നേരത്തെ താഴേന്ന് കാണിച്ചു തന്ന പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും, അവിടെ ഫുള്ള് ബ്ലൂ കളറിലോണ്ടുള്ള
വീടുകളാണ് ഗൈസ്. പക്ഷേ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ കാണാൻ നല്ല വെറൈറ്റി കളേഴ്സ് ഓഫ് ഹൗസാണ്. അധികവും നീല, പച്ച, വയലറ്റൊക്കെയാണ് ഗൈസ് ഉള്ളത്. ഏതറിയാം. ഞാൻ പെട്ടെന്ന് ഇപ്പോൾ വീടൊക്കെ നോക്കി വന്നിനി എൻ്റെ മയിലേക്ക് കയറി കൊടുത്തത് ഗൈസ്. അപ്പോൾ ഞാൻ ഏതായാലും ഇൻറ്റീരിയർ വ്യൂ ഇട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും ഓടിച്ച് പോവാം ഗൈസ്. അധികം അവിടെ നിൽക്കുന്നില്ല. ഇനി അധികം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ വല്ലാണ്ട് ലാഗാവും. അതേപോലെ ഭയങ്കര ഹെവി ആവും ഗൈസ് വീഡിയോ. അപ്പോൾ നമുക്ക് കാണാനൊരു ബോറായിരിക്കും. അപ്പോൾ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന മാപ്പ് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക്. അപ്പോൾ അത് കണ്ടിട്ടും കാണാണ്ട് എന്താണേലും ഗൈസ്. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോന് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 100 ലൈക്സാണ് ഗൈസ്. നിങ്ങൾ ഒരുപാട് പേര്, ഒരുപാടൊന്നുമില്ല, കൂടിപ്പോയൊരു 100-200 ആൾക്കാരാണ് ഗൈസ് നമ്മളെ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് വിചാരിച്ച് അവരല്ല, നിങ്ങളെല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക ഗൈസ്. ഇനി സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെയും കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ് ഗൈസ്. ഞാനിവിടുന്ന് ഒന്നും പോയിട്ടെ. ഇവിടുന്ന് ഇപ്പോൾ സ്കൂട്ടായില്ലെങ്കിൽ ചില പണിയിട്ട് ഗൈസ്. ഇപ്പോൾ വണ്ടിയുടെ റൈറ്റ് സൈഡിൽ കൂടെ പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 100 ലൈക്സാണ് ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ്. അപ്പോൾ മാക്സിമം എല്ലാവരും കാണുന്ന ലൈക്കൊന്ന് ചെയ്യുക ഗൈസ്. പിന്നെ ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക ഗൈസ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ഒന്ന് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഇതേപോലെ മോഡ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ അധികം ഷോർട്സിൽ പുതിയ കാറിൻ്റെ ഒക്കെ ഒരു റിവ്യൂ ചെയ്യലുണ്ട്. റിവ്യൂ അല്ല, ഒരു ഷോ പോലെ ഷോക്കേസിംഗ് ആണ് ചെയ്യുന്നത് കാറിൻ്റെ. അപ്പോൾ ഞാൻ ഈ അടുത്ത് പോർഷേൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക ഗൈസ്. അത്യാവശ്യം നല്ലൊരു കാറാണ് ഗൈസ്. അത് നല്ല അത്യാവശ്യം കൺട്രോളിംഗ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ പോയി കാണുക ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മളെ ബസ്സിൻ്റെ ഇൻഡോനേഷ്യനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടി കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഇനി ഏതെങ്കിലും മോഡ് വേണമെന്ന് പറയുകയാണ്, അത് നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ 2-3 ദിവസം മുന്നേ നമ്മുടെ സ്വന്തമായിട്ടൊരു ലിവറി നിർമ്മിച്ചിരുന്നു ഗൈസ്. നമ്മുടെ ഹൾക്ക് വെനം, നമ്മുടെ ജ്വാലയുടെ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ലോഡിങ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത മാപ്പിലോട്ട് പോകുന്നതാണ്. അടുത്ത മാപ്പ് ഒരു ചെറിയ മൗണ്ടെയിനാണെന്ന് തോന്നുന്നു. ചെറിയൊരു മൗണ്ടെയിൻ സൈഡ് റോഡ്, അല്ലെങ്കിൽ ഒരു കാട് പിടിച്ചൊരു സ്ഥലം, അങ്ങനെ പറയാം. ഇല്ലടാ, ഇതല്ല, ഇതിൻ്റെ അടുത്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ സോറി, ഇതിൻ്റെ അടുത്തതാണ് ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാപ്പ്. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടുന്ന് പോട്ടെ ഗൈസ്. ഇതും അത്യാവശ്യം ഇതൊരു വില്ലേജ്, ഒരു സ്ട്രീറ്റ് സൈഡിൽ കൂടെ ഓടിക്കുന്ന വഴിയാണെന്ന് തോന്നുന്നു. നല്ല അത്യാവശ്യം ചെറിയ വഴിയായതുകൊണ്ട് നല്ല ട്രാഫിക്കൊക്കെ ഉള്ളതാണ്. നല്ല അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. മുന്നേ നമ്മുടെ ഭാരത് ബെൻസിൻ്റെ വണ്ടി പോകുന്നുണ്ട്. കേരളയിലെ വണ്ടിയാണ്, KL59 ആണെന്ന് തോന്നുന്നു. KL59 ഏത് ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഏരിയ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ഭാരത് ബെൻസിന് ഓവർടേക്ക് ചെയ്തു. പിന്നെ നമ്മുടെ ഈ റൂട്ടിൽ ഓടുന്നത് കണ്ണൂർ, കോഴിക്കോട് അങ്ങനെയുള്ള റൂട്ടിലുള്ള ബസ്സാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മളെ ടാലൻറ്റ്. കണ്ണൂർ, കോഴിക്കോട് പോകുന്ന ബസ്സാണ് സന്നിധാൻ്റെ. അപ്പോൾ ആ ഒരു ബസ്സൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണെങ്കിൽ ഒന്ന് പറയാം. നമ്മൾ വേണമെങ്കിൽ അതും കൊണ്ടുവരാം. ഈ ഒരു റൂട്ടിൽ അതിൻ്റെ മോഡൊക്കെ അവൈലബിൾ ആണ്. ഞാൻ പിന്നെ നിങ്ങളാരും ഒന്നും പറയാത്തതുകൊണ്ടാണ് ഗൈസ് അധികം മോഡൊന്നും ഇറക്കാത്തത്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും നല്ലൊരു മോഡുമായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മോഡ് പറയുക ഗൈസ്. JCB എയറോപ്ലെയിൻ വരെ ഇതിലൂടെ ഓടിക്കാൻ പറ്റും ഗൈസ്. പക്ഷെ അത് പറക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഏത് മോഡ് കൊണ്ടുവരണം എന്നുള്ളത്. നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു മാപ്പും നല്ല അത്യാവശ്യം അടിപൊളി മാപ്പാണ് ഗൈസ്. ഇനി ഈ ബസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കൺട്രോളിംഗ് ആണ്. അത്യാവശ്യം നല്ലൊരു സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു
എന്താ ഈ ബസ് ഇതുണ്ടല്ലോ, എന്ത് കേരള ട്രാഫിക് മോഡ്, ഈ മാപ്പിൽ എല്ലാ വണ്ടിക്കും ഭയങ്കരമായിട്ട് ഡ്രിഫ്റ്റിംഗ് ഉണ്ട് ഗൈസ്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ മുന്നേ വേറെ ട്രാഫിക് മോഡിൽ ഓടിച്ചപ്പോൾ ഈ വണ്ടി ഡ്രിഫ്റ്റ് അടിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് ഈ വണ്ടിക്ക് കുറച്ച് ഡ്രിഫ്റ്റ് അധികമാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഈ വണ്ടി ഇങ്ങനെ പറക്കുകയാണ് ഗൈസ്. വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങി ഹെലികോപ്റ്റർ കറങ്ങുന്നിട്ടാണ് കറങ്ങുന്നത്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അല്ലാത്ത മാപ്പ് നിങ്ങൾ ഈ ഒരു മാപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു വണ്ടി കംഫർട്ടാണ് ഗൈസ്. പിന്നെ നമ്മുടെ പ്ലാറ്റിനത്തിൻ്റെ വണ്ടി ഉണ്ട് ഗൈസ്. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല എനിക്ക്. അത് എല്ലാ സ്ഥലത്തും അടിപൊളിയാണെന്ന് തോന്നുന്നു. ഡ്രിഫ്റ്റില്ല ഒന്നും നല്ല പക്ക. സെഡാസിൻ്റെ ഫ്രണ്ടും സെഡോൻ്റെ ബാക്കുമാണ് ഗൈസ് അതിന് വരുന്നത്. BS6 TVZ ആണെന്ന് തോന്നുന്നു. BS6 എന്താണ് സെഡാസിൻ്റെ ഫ്രണ്ടും സെഡോൻ്റെ ബാക്കുമാണ്. നല്ല അത്യാവശ്യം നല്ല അടിപൊളി ബസ്സാണ്. അപ്പോൾ ഞാൻ ഏതായാലും നമ്മൾ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. അത് അത്യാവശ്യം സൈഡിലൊക്കെ അടിപൊളിയാണ്. ഉറപ്പായിട്ട് ഈ ഒരു ലിവറി മോഡ് ബസ് ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലൊന്നും എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഗൈസ്, ഇന്നത്തെ എൻ്റെ ഡ്രൈവിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത്. ഞാൻ കുറേ കാലമായി ഗൈസ് ഈ വണ്ടി കൈകൊണ്ട് വിട്ടിട്ട്, വണ്ടിയല്ല ഫോൺ തന്നെ കൈകൊണ്ട് വിട്ടിട്ട് കാലം കുറയായി ഗൈസ്. കാലം കുറയെന്ന് വെച്ചാൽ 2-3 മാസമായി ഗൈസ് ഈ ഗെയിം കളിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കംഫോർട്ട് ഉണ്ട്. എൻ്റെ സ്റ്റിയറിംഗ് ഒന്നും ശരിയാകുന്നില്ല. എക്സാമൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങനെ ഓടിക്കലില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ കളർഫുള്ളാണ് എനിക്ക് സാധനം നോർമൽ സ്റ്റിയറിംഗ്. ഇതാകുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും തോന്നുന്നു. മറ്റേ കുറച്ച് കളർഫുൾ, കുറച്ച് വൈബായിട്ട് പോകാമെന്നുള്ളൂ, വേറെ ഇതൊന്നുമില്ല. അതാണ് കുറച്ചുകൂടെ, ഇതാണ് ഒരു ഒറിജിനൽ സ്റ്റിയറിങ്ങിൻ്റെ ഫീല് കിട്ടും. നമ്മളെ കമ്പനി തന്നെ തരുന്നതാണല്ലോ. ഇതെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു കവറിങ് കൊടുത്തു, അത്രേ ഉള്ളൂ. ചെയറാണതൊക്കെ. അല്ല പിന്നെ തന്നെ മതിയില്ലേ ഗൈസ്, കുറച്ച് വൈബായിട്ട് പോകാനൊക്കെ. വൈബേഷ് ആവട്ടെ, വൈബേഷ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ടോപ്പ് എന്ന് പറയാൻ വന്നേനു. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു 200 സ്പീഡ് അടിക്കുന്നതാണ്. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഗൈസ്. ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നിങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ 200+ സ്പീഡ് അടിക്കാൻ പറ്റുമോ നോക്കാം. 200+ അല്ല, 200 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കണം ഗൈസ്. നമ്മൾ ചാലഞ്ചായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരു ടാസ്ക്കായിട്ട് കൂട്ടുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് 200 അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പോൾ 138 ആണ്. ഇവിടുന്ന് വളവൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മൾ 200+ കയറുമെന്ന് എനിക്ക് ഉറപ്പില്ല. 200 എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ അടിക്കാൻ ചാൻസ് ഉണ്ട്. വിളിച്ചു നോക്കട്ടെ. ഈ ഒരു മാപ്പിൽ കൊമ്പൻ്റെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. കൊമ്പൻ്റെ അഗോരിയാണെന്ന് തോന്നുന്നു. കൊമ്പൻ്റെ ഒരു വണ്ടിയുണ്ട്. പിന്നെ അതേപോലെ ലിമിറ്റഡ് 1S ഉണ്ടായിരുന്നു. 1Sനെ ഇപ്പോൾ കാണാനില്ല എന്ന് പറയാൻ ഞാൻ ഈ ഗെയിം ഓടിച്ചിട്ട് തന്നെ കാലം കുറയും. ഈ ഗെയിം കൈകൊണ്ട് തുറന്നിട്ട് തന്നെ കുറേ ദിവസമായി. അതുകൊണ്ട് പിന്നെ 1Sനെ അവിടെ നിന്ന് കാണാൻ ഇന്നലെ ഞാൻ ഇതേ മാപ്പിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഓടിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഫോണിലെ ചാർജ് ശരിക്കും പറഞ്ഞെങ്കിൽ തീർന്നു. ഇന്നിപ്പോൾ വീഡിയോ അവിടെ വെച്ച് നിർത്തി. ഇന്നിപ്പോൾ ഒന്നും കൂടെ തുടങ്ങിയതാണ്. ഇതിൻ്റെ മുന്നെടുത്ത വീഡിയോ അത്യാവശ്യം നല്ല ഇതിൻ്റെ മുന്നെടുത്ത വീഡിയോയിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ വണ്ടി ഇങ്ങനെ വളവുന്നൊക്കെ ഇങ്ങനെ ഡ്രിഫ്റ്റ് അടിച്ചാൽ മാസമായിട്ട് പോകുന്നതായിരുന്നു. അത് ഞാൻ വേണമെങ്കിൽ ഇതിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ വീഡിയോ എനിക്ക് നടക്കാൻ അറിയില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഡ്രിഫ്റ്റ് ഇങ്ങനെ വലിയൊരു വളവാണ്, അയാൾക്ക് ഡ്രിഫ്റ്റ് അടിച്ച് തട്ടൊന്നും ചെയ്യാമെന്ന് നല്ല സ്മൂത്തായിട്ട് പോകും. എവിടെ ഇടിക്കൊന്നും ചെയ്തില്ല, നല്ല പക്ക പെർഫെക്റ്റായിട്ട് പോകും. അങ്ങനെയൊക്കെ പോകണം എന്നാണ് ഗൈസ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ എൻ്റെ ആഗ്രഹം സഫലീകരിക്കട്ടെ. അതുകൊണ്ട് ഞങ്ങളുടെ വീണ്ടും ഉള്ള ഭാരത് ബെൻസിൻ്റെ വണ്ടി എത്തുമ്പോൾ ഇത് ശരിക്കും എവിടെയാണ്? അത് ലൈബത്തുമ്പോൾ തന്നെയാണോ? എനിക്കൊന്ന് മനസ്സിലാകുന്നുണ്ടോ? നോക്കട്ടെ. ഫ്രണ്ടിലുണ്ടാവില്ലോ. ഹോയ് 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 ഹോയ്.
യെസ് ഗൈസ് KL59D666 അല്ല 6696. അത് എവിടുത്തതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഭാരത് ബെൻസൊക്കെ ഇറക്കാം ഗൈസ്. എൻ്റെ കയ്യിലൊരു ഭാരത് ബെൻസ് ഉണ്ട്, ഒരു വണ്ടി. ഞാൻ ഇതുവരെ ഈ ഗെയിമിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തില്ല. അത് പറയുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ കൊമ്പൻ്റെ വണ്ടീനെ പറ്റി പറയേണ്ടതല്ല, ഞാൻ ഉറപ്പായിട്ടും ചെയ്തതാണ്. പിന്നെ നമ്മൾ ചെയ്യാത്ത കുറച്ച് ഫേമസ് ബസ്സുകളുണ്ട് ഗൈസ്. അതായത് നമ്മൾ ജയ്ഗുരുവിൻ്റെ നമ്മൾ ചെയ്തില്ല, അത് വല്ലാത്തൊരു സങ്കടമാണ്. പക്ഷേ വേറെ ഒന്നും കൊണ്ടല്ല, ജയ്ഗുരുവിൻ്റെ മോഡ് ഇപ്പോൾ കിട്ടുന്നില്ല എന്നല്ല, എൻ്റെ ഈ ഡിവൈസിൽ അത് ഓടുന്നില്ല. ഇത് ശരിക്കും ലോ എൻ്റെ ഡിവൈസാണ്, അതുകൊണ്ടാണോ അറിയില്ല. ലിവറി ഇടുമ്പോൾ ഫുൾ വയലറ്റ് ആയി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ കിട്ടുകയാണെങ്കിൽ എന്തായാലും ചെയ്യുന്നതാണ്. അത് ഭയങ്കര സങ്കടപ്പെടുത്തുന്ന വിഷമമുള്ളൊരു കാര്യമാണ് ഗൈസ്. എന്തായാലും ഞാൻ കൊണ്ടുവരും ഉറപ്പായിട്ട്. ഈ ഡിവൈസ് മാറ്റിയിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ നമ്മുടെ ബസ്സിൻ്റെ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞൊരു ഗെയിമിൽ ജയ്ഗുരു ഓടിച്ചില്ലേ, പിന്നെ എന്താണ് ഗൈസ് ഓടിക്കുക നിങ്ങൾ പറയാം. പിന്നെ വണ്ണസ് ഞാൻ ഓടിച്ചിട്ടുണ്ട്. വണ്ണസിൻ്റെ വണ്ടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. വണ്ണസ് ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുതന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് തരും ഗൈസ്. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമുക്ക് അവിടെ എത്താനാണ് എനിക്ക് തോന്നുന്നു. അത് കഴിയാനായിട്ടുണ്ട്. മിക്കവാറും അടുത്തതായിരിക്കും ഗൈസ് നമ്മുടെ മൗണ്ടെയിൻ. അടുത്തത് മൗണ്ടെയിൻ നല്ല വാര്യം കൊള്ളാം. അടുത്തത് നല്ല അടിപൊളി മൗണ്ടെയിൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ഒരു ഗെയിം കളിക്കുമ്പോഴല്ലോ നമ്മളൊരു റിയൽ ബസ് ഓടിക്കുന്നൊരു ഫീലൂടെ ഉണ്ട്. നല്ല അടിപൊളി പക്ക എന്താണ് ഒരു ഫീലിംഗ് കിട്ടും ഗൈസ്. ആ വണ്ടി ഓടിക്കുന്നൊരു ഫീൽ തന്നെ കിട്ടും. പക്ഷെ നമ്മൾ PC ഫോർസ ഹൊറൈസൺ അതേപോലെ നമ്മുടെ യൂറോ ട്രക്ക് സിമുലേറ്റർ കളിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ എന്തായാലും കിട്ടത്തില്ല. അത് വേണമെങ്കിൽ നമ്മൾ PC തന്നെ എടുക്കണോ. ഞാൻ ഏതായാലും ഈ അടുത്തൊരു PC എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് PC ഗെയിംസ് കളിക്കും. നമ്മുടെ PCയിൽ ഗൈസ് ഒരുപാട് ഗെയിംസ് ഉണ്ട് കളിക്കാം. യൂറോ ട്രക്ക് സിമുലേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ അല്ലാണ്ടുള്ള സിമുലേറ്റർ ഗെയിംസ് ഉണ്ട്, ഹൊറർ ഗെയിംസ് ഉണ്ട്. അത്യാവശ്യം നല്ല ചൂച്ചു ചാൾസൊക്കെ ഫോണിൽ കളിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കളിക്കും. ചൂച്ചു ചാൾസ് നല്ല അത്യാവശ്യം വൈബുള്ളൊരു ഗെയിമാണെന്നാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഒരുപാട് പേര് വേറെ ഗെയിം ഈ ചാനലിലല്ല കമൻസ് പറഞ്ഞല്ല, അല്ലാണ്ട് പുറത്തുനിന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ചൂച്ചു ചാൾസ് നല്ല അടിപൊളി ഗെയിമാണ്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാതെ കളിക്കണമെന്ന് എന്തായാലും ഞാൻ കളിക്കും ഗൈസ്, അത് ഉറപ്പാണ് ഗൈസ്. അപ്പോൾ ഞാനത് എന്തായാലും കളിക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ എൻ്റെ സങ്കടം ഒരു വണ്ണസിനെ കാണണമെന്നായിരുന്നു. അങ്ങനെ നമ്മളിതാ ഗൈസ് നമ്മളെ വണ്ണസിൻ്റെ ഒരു ഏതൊരു വണ്ടി ഏതാടാ വണ്ണസിൻ്റെ അത്യാവശ്യം പോപ്പുലറായൊരു ബസ്സല്ലേ ഇത്. വണ്ണസ് കുറേ വണ്ടി ഇറക്കുന്നുണ്ടല്ലേ ഗൈസ്. അങ്ങനെ വണ്ണസ് കണ്ട് വണ്ടി ഇടിച്ചിട്ടുണ്ട്. അതും വല്ലാത്തൊരു ഇതായിപ്പോയി. ഇതാ പോണു എന്നെ കാണാനിടെ ആ വണ്ടി നിർത്തിയേ. നമ്മളവിടെ ഒന്നുമില്ലല്ലോ, ആ ബസ്സിനെ കാണാനാണ് നിർത്തിയത്. ബസ്സിൽ വെച്ച് പരിഗണന വന്നോടേനു. പരിഗണന നമുക്ക് വേണ്ട ഗൈസ്, നമ്മൾ മാസല്ലേ. അപ്പം മാസം പോയാലും ഒന്നെല്ലാം കൂടെ ഏറെ പോയാലും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം എങ്ങനെയാണ് ഗൈസ് ഫീൽ ചെയ്യുന്നത്? വൈബാണോ നിങ്ങൾ പറയില്ലേ? നമുക്ക് ഇത് നിർത്തിയിട്ട് ഈ സിമുലേറ്റർ ഗെയിംസ് നിർത്തിയിട്ട് അല്ലാണ്ടുള്ള ഗെയിംസൊക്കെ കളിക്കുകയാണ്. അല്ല ഹൊറർ ഗെയിംസോ വേറെ സിമുലേറ്റർ ഗെയിംസോ. പക്ഷേ മൊബൈൽ വെർഷനിൽ എനിക്ക് തോന്നുന്നത് നല്ല അത്യാവശ്യം നല്ല അടിപൊളി ഗെയിം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് ഗ്രാനി കളിക്കണമെന്ന് നിങ്ങൾ പറയട്ടെ. നമ്മൾ ഗ്രാനി കളിക്കാവുന്നതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങളാരും കമൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പുതിയ വണ്ടി നിർക്കാനത്തെ. ഈ ഒരു ബസ് തന്നെ ഞാൻ ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യം ഓടിക്കുന്നത്. എനിക്കെല്ലാം മടുക്കുന്നുണ്ട്, എന്നാലും അങ്ങനെ വെച്ചാൽ മടുക്കില്ല. പക്ഷേ ഞാൻ പിന്നെ എൻ്റെ അടുത്ത് വേറെ 2-3 വണ്ടി ഉണ്ടെങ്കിലും അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തതാണെങ്കിലും അതൊക്കെ ഒറ്റ പ്രാവശ്യം ചെയ്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിലൊക്കെ കംഫർട്ടായൊരു ബസ്സില്ല. അപ്പോൾ കംഫർട്ടെന്ന് ഞാൻ പറഞ്ഞ് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ.
അപ്പോഴത്തേക്ക് ഇപ്പോൾ ഇവനൊക്കെ അടിച്ച് പോകണ്ട പോലും ഞാൻ സാർ കൂടെ പോകാൻ എന്തറാ. ഓക്കെ ഗൈസ്, ഇവിടെ എത്ര സിഗ്നലാടാ? ഇതിൻ്റെ ബാക്കിലല്ലടാ ഒരു സിഗ്നൽ കഴിഞ്ഞ് നോക്കടാ. ഇവിടെ ഒരു സിഗ്നൽ, അത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് അവിടെ ഒരു സിഗ്നൽ. എന്തുകൂടാ ഗിയർ ഡൗൺ ചെയ്യാൻ പറഞ്ഞു ഗൈസ്. പിന്നെ നിങ്ങൾക്ക് മാനുവൽ ഗിയറാണോ അതോ ഓട്ടോമാറ്റിക് ഗിയറാണോ ഇഷ്ടം? ഈ ഒരു ഗിയറൊക്കെ മാറ്റി ഈ എക്സിലേറ്ററൊക്കെ കൊടുത്ത് ബ്രേക്കൊക്കെ ചവിട്ടി ക്ലച്ച് പിടിക്കണമെന്ന് പറയണമെന്നുണ്ട്, പക്ഷേ ക്ലച്ച് ഇല്ലേ. അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിക്കാത്തത്. അപ്പോൾ ക്ലച്ചൊക്കെ പിടിച്ചിട്ട് ഓടിക്കുന്നതാണ് വൈബ്. പക്ഷേ ഇതിൽ ക്ലച്ച് ഇല്ലാത്തതുകൊണ്ട് ആക്സിലേറ്ററും ബ്രേക്കും ഗിയറൊക്കെ ഒന്ന് മാറ്റി ഓടിക്കുന്ന വൈബ് വേറെ എവിടെയും കിട്ടുമോ? അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഈ ഒരു മാനുവൽ ഗിയർ എടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാനെന്താ ഈ ഗിയർ ബോക്സുമായിട്ടുള്ള സാധനം എടുക്കാത്തതെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, ആ സാധനത്തിൽ ഞാൻ ഗിയർ മാറ്റുമ്പോഴത്തേക്ക് അടുത്ത ഗിയറിലേക്ക് ഇടാനുള്ള സമയമുണ്ട്. അതുമല്ല, ഞാൻ തേർഡ് ഗിയറിൽ നിന്ന് ഫോർത്ത് ഗിയറിലേക്ക് ഇടുകയാണെങ്കിൽ ഫോർത്ത് ഗിയർ വരണമെങ്കിൽ ആ തേർഡ് ഗിയർ പിന്നെയും ഡൗൺ ആവും. അപ്പോൾ ഞാൻ പിന്നെയും തിരിച്ച് തേർഡ് ഗിയർ ഇടുമ്പോഴത്തേക്ക് സെക്കൻഡ് ഗിയർ എത്തേണ്ട സമയവും. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോയെന്ന് മനസ്സിലായില്ല. താഴേന്ന് മിക്സിയൊക്കെ ഓടുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ അല്ല ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടുമ്പോൾ സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് ഇടുമ്പോൾ സ്പീഡ് കൂട്ടിയിട്ടല്ലേ ഇടുക. ഞാൻ കാണിച്ചു തരാം. എനിക്ക് പറയാൻ മനസ്സിലാവുന്നില്ല, പറയാൻ അറിയില്ല. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗിയർ. ഇവിടുന്ന് ഞാൻ ഇങ്ങനെ വലിച്ച് മേലോട്ട് ഇടുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും, ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് എടുക്കാത്തത്. മറ്റേതാകുമ്പോൾ ഒറ്റ ഞെക്കലിന് നേരെ ഫോർത്ത്, അതുകൊണ്ടാണ് ഞാൻ അതെടുക്കുന്നത്. ഞാനൊന്ന് വണ്ടി നിർത്തട്ടെ. ആ ഗിയർമിലേക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് വണ്ടി എവിടെയും പോയിച്ചോ. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ എ പ്രോബ്ലം. ഓക്കെ ഗൈസ്, ഞാൻ കുറച്ച് നേരം സൈലൻസ് ആവട്ടെ, നിങ്ങൾക്ക് ഗെയിം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, അവിടെ റോങ് സൈഡിൽ കൂടെ പോകുന്നു. ലെഫ്റ്റ് സൈഡ് നോക്കടാ. റൈറ്റ് സൈഡിൽ കാലിയെന്ന് പറയാൻ വരുമായിരുന്നു. പിന്നെ ലെഫ്റ്റ് സൈഡിനെ പറഞ്ഞിട്ട് റൈറ്റ് സൈഡ് പറയാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ വണ്ടി വന്നു. പക്ഷെ എന്തൊരു സൈഡാടേ. മിക്കവാറും നമ്മളൊരു സൈഡാവും. അതിലൂടെ പോകണമെങ്കിൽ ഇടിക്കും. ഗൈസ്, നമുക്ക് ഇന്ന് ഡ്രിഫ്റ്റ് എടുത്താലോ. ഇതാണ് ഗൈസ് നമ്മുടെ മാസ്മരികമായ ഡ്രിഫ്റ്റ്. അത് ഡ്രിഫ്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് മിക്കവാറും കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ ഇടിക്കാൻ പോകുമ്പോൾ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ട് തിരിച്ചു പോലെയൊക്കെ. ഏതായാലും നമ്മൾ മാസ്മരികമായി രക്ഷപ്പെട്ടു ഗൈസ്. വേറെ എന്ത് വേണം? ഇതിന് കുറച്ചൊരു ഔട്ട്ഡോറിൽ ഫ്രണ്ടിൽ വിട്ട് കാണിക്കും. എന്താ പോവാത്തേ? എന്താടാ പിന്നെ ഒരു സൈഡ് വരുമോ? ഞാൻ അങ്ങോട്ട് മുന്നിലേക്ക് സൈക്കിളാടാ അത്. എന്താ ചത്തേനപ്പടാ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വണ്ടി എടുക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടെ മുറ്റിക്കും. അടുത്ത് ഇത് എവിടെ നിന്നൊക്കെയാണ് സ്പോൺ വരുന്നത്? എൻ്റെ ഗ്രാനി ത്രീയിൽ മറ്റേ മുറ്റത്ത് കല്ല് സ്പോണായി വരുന്നു കേട്ടോ. ഇവിടെ വണ്ടിയൊക്കെ സ്പോൺ ചെയ്ത് പോസ്റ്റുണ്ടോ? വണ്ടി ആകുമ്പോൾ ചെറിയ തക്കലും മുട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട് ഇറങ്ങി മറ്റേ ഫ്രണ്ട് മനസ്സിലാവുന്നുണ്ട്.
സോറി മച്ചാ. അല്ല മച്ചാ, അമ്മാച്ചി എന്ന് പറയും വരെ നിന്നപ്പോൾ മച്ചാൻ്റെ അച്ഛൻ അല്ല ചായയും അമ്മാച്ചീൻ്റെ ആയും കൂടെ കൂട്ടി സോറി അച്ചാതായിപ്പോയി. കേട്ടോ ഈ ഒരു മാപ്പല്ല ഒരു ഗെയിമിൽ കുറേ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ മാപ്പ് വയ്യൊരു മറന്നു വേണം. എന്താണ് ബ്രോ സൈഡൊന്നുമില്ല ചെങ്ങായിനെ ഞാൻ ഒന്ന് സൈഡ് താടാ പോട്ടടാ പാവല്ലടാ വിട്ട് കളയടാ. ഇതാ സൈക്കിളേറി ചെങ്ങാൻ ഇഷ്ടമല്ല ചെങ്ങാൻ അതാ കൊണ്ട് അടുത്ത് വരുന്നു. എൻ്റെ പൊന്നെ ഈറ്റുങ്ങളെ കാണുകയും കൂടിയില്ലേ റോട്ടിൽ നിന്ന്. ഓക്കെ ഓക്കെ കാല് റോഡ് കീപ്പ് എനിക്ക് ചാവിടെ താങ്ക് യു. ആ ഒരു ഓവർടേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലെഫ്റ്റ് എടുക്കുക റൈറ്റ് എടുക്കുക സ്ട്രൈറ്റ് പോവുക എവിടെയും പോയി തട്ടുക അത്രേ ഉള്ളൂ. അവൻ്റെ മുന്നിൽ കയറാൻ പറ്റുമോ ഇതൊക്കെ വലിച്ച് മര്യാദയ്ക്ക് മുന്നിൽ കയറാൻ പോയി ഞാൻ. എടാ ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്തൊരു മാപ്പിലേക്ക്. എടാ ഞാൻ ഇന്നലെ കളിച്ച ഫീൽഡിൽ കുറേ മൗണ്ടെയിനൊക്കെ ഉണ്ട്. നോക്കെ എവിടെ പോയി? ഇനി ഇങ്ങോട്ട് മാപ്പ് മാറിപ്പോയാ? മിക്കവാറും മാറിപ്പോയിണ്ടാവും. ഞാൻ ഓക്കെ ഗൈസ്, നമ്മൾ അടുത്തൊരു വണ്ടിയായിട്ട് ആ മാപ്പ് ഞാൻ എടുക്കുന്നതാണ്. ആക്ച്വലി ആ ഒരു മാപ്പ് എനിക്കെൻ്റെ ബ്രോ എടുത്തു തന്നതായിരുന്നു. പക്ഷെ ആ ബ്രോന് ഇന്ന് ഡ്രോയിങ് ക്ലാസ് ഉള്ളതുകൊണ്ട് ബ്രോ പോയി. അപ്പോൾ ബ്രോ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ഗൈയാണ് ഗൈസ്. 2-3 ദിവസം മുന്നേ ഞാനും ബിസി ആയിരുന്നു. പിന്നെ ഞങ്ങളെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. ബോർഡ് എക്സാം ആക്ച്വലി കുറേ ദിവസം മുന്നേ കഴിഞ്ഞതായിരുന്നു. എന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ റിസൾട്ട് വന്ന് പിറ്റേന്ന് തൊട്ട് വീഡിയോ ഇല്ല. റിസൾട്ടിൻ്റെ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു ഗൈസ്. ഭയങ്കര ദൂരെയായിരുന്നു, വളരെ ദൂരെ അങ്ങനെ നാട്ടിലില്ലാത്തതുകൊണ്ട് റിസൾട്ട് വന്നത് ട്രിപ്പിലാണ്. വല്ലാത്തൊരവസ്ഥയായിരുന്നു ഗൈസ്. പക്ഷേ പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഞാൻ പാസ്സായിട്ടുണ്ട്. അതൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല. അയ്യോ ഞാൻ വിചാരിച്ച തട്ടി നിട്ടോ. നമുക്ക് ഇങ്ങോട്ടായിരുന്നു പോകേണ്ടത്. ഞാൻ പെട്ടെന്ന് റിസൾട്ടിൻ്റെ കാര്യം പറഞ്ഞങ്ങ് പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഇന്നലെയാണ് എക്സാം കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് വരാണ്ട് എന്താവും എന്തോ. പക്ഷേ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ മെയിൻ എക്സാം പാസ്സായി. ഇനിയിപ്പോൾ പാസ്സായില്ലെങ്കിൽ എന്തോ റിസൾട്ട് വരുമ്പോൾ ഇമ്പ്രൂവ് ആയില്ലേ ഇമ്പ്രൂവ് ആവട്ടെ. എല്ലാം കണക്ക് തന്നെ. അത്യാവശ്യം വലിയൊരു വഴിയാണ്. എന്നാലും മലയടറ മല കൊള്ള എടാവാനെനിക്ക് പിടിച്ച് ഇവനൊക്കെ അതോടെ ഒരു അമ്മച്ചി വീണോട്ടിക്കൊണ്ട് അച്ചക്കന്നെ എൻ്റെ മുന്നിൽ കയറി നല്ല മാസമായിട്ടൊന്ന് പറഞ്ഞില്ലേ ഞാൻ ബസ് ഓടിക്കുന്നത് എന്താണ് കേസ് കാര്യം ഒന്നുമില്ല. ഇത്ര മാസം സോറി ബ്രോ പോടും. ഞാനിവനെ പിടിച്ചോ. നീ അവിടെ പോണോ? നിക്കടാ അവിടെ. കവറായില്ലേ ഇറങ്ങട്ടെ ഇറങ്ങ് എടാ നിക്കടാ. എന്താ പോലെ ഇങ്ങനെ എടാ പോണ് കടാടാ കിടക്കുന്ന എന്നാ മോനാടെ ഉറങ്ങിക്കോ ചാച്ചിക്കോ എന്താവേ ഇതെന്താ ഓടിക്കോ പ്രേമ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. എടാ ഒരു പ്രാന്താടാ, വെറുതെ ഒക്കെ ബസ് മേലേക്ക് ചാർജ് കിടന്നിട്ട് അവിടെ കിടന്ന് ടയറൊക്കെ പൊക്കുന്നു. എന്താ അവന് പിരാന്താണ്. എടാ ഞാൻ അവനെ കുറച്ച് വായിലുള്ള വിളിക്കാന്ന് വെച്ച് പോയത് ആവശ്യം. ഇങ്ങോട്ടോ ഏതാടാ അയ്യേ ഇത് മറ്റേ സർവീസ് റോഡ് പോലെ ഉണ്ട്. അയ്യോ ഇത്രയും സ്മൂത്തായിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളെ നിങ്ങൾ എവിടെയും കണ്ടുണ്ടോ? കണ്ടിട്ടേലും ഇല്ലേലും ഇല്ല എന്ന് പറഞ്ഞാൽ മതി. കാരണം ഞാനാണത്.
എങ്ങോട്ടാണ് കൊണ്ട് അങ്ങോട്ടല്ലേ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ട്രിപ്പ് ഏകദേശം ഇവിടെ കഴിയാനായിട്ടുണ്ട്. ഞാൻ ഏതായാലും നമ്മുടെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ട്രിപ്പ് ഏകദേശം ഇവിടെയാണ് കഴിയുന്നത്. ഞാൻ ഏതായാലും അങ്ങോട്ട് കയറ്റുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ നേരെ ഗ്യാരേജിൽ പോകും. എടാ നമ്മളെ വണ്ടീൻ്റെ അവസ്ഥ, നെയിം ബോർഡൊക്കെ കത്തുണ്ടായില്ലേ? ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, വൈപ്പറൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. ഒന്നും അടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ അടിച്ചവനാ 91% അല്ലേ വണ്ടിയുടെ ലൈഫ്. വേറൊന്നും കൊണ്ടല്ല, ചിലവരൊക്കെ വന്ന് തട്ടി, ചിലവരെ ഞാനും പോയി തട്ടി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടി മാസ്മരികമായ യാത്രയ്ക്ക് ശേഷം ഇവിടെ പാർക്ക് ചെയ്യട്ടെ ഗൈസ്. ഇത് കറക്റ്റ് കയറൂടാ, എനിക്ക് അറിഞ്ഞൂടട്ടോ. ഓക്കെ ഗൈസ്, ഓക്കെ. അയ്യോ, ലൈറ്റൊക്കെ ഓഫാക്കാൻ മറന്നു. എടാ ഒന്ന് തന്നെ ആയില്ലേ ഗ്ലാസ് തുറക്കുക. ഞാനത് നോക്കുന്നത് ഗ്ലാസ് എങ്ങനെയും തുറക്കുക. ഓക്കെ, എന്തായാലും നമ്മുടെ യാത്ര ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അണ്ണനെ പുറത്തിറക്കാം. അണ്ണാ വീട്ടിൽ പോ. അയ്യോ, അണ്ണൻ വീണ്ടും വണ്ടി കയറിയപ്പോൾ. ഓക്കെ ഗൈസ്, അവിടെയാണ് വണ്ടി എടുത്തേണ്ടത്. ഞാൻ ഏതായാലും ഇവിടെ കൊണ്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ അധികമൊന്നും കാത്തു നിൽക്കണ്ട. എക്സാം കഴിഞ്ഞ് ഇനി ദിവസവും വീഡിയോ ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെവിടെയാടാ? വണോഗിരി ബസ് സ്റ്റാൻഡിലാണ് ഗൈസ് നമ്മളുള്ളത്. ഏതോ ഇന്ത്യൻ നേഷണൽ സ്ഥലമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനേതായാലും വീട്ടിൽ പോട്ടെ. എടാ അവിടെ നോക്കടാ, മോഹൻലാലിൻ്റെ സിനിമ അല്ല മൈജിയാണ്. അയ്യേ മണ്ടൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനേതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നുള്ള ഒരു ബ്ലാക്ക് കളറിന് അല്ല വൈറ്റ്, എന്തായാലും വൈറ്റ് ഉള്ളത് ബ്ലാക്കോ വൈറ്റ്. എടാ ആ ലൈക്ക് ബട്ടൺ എനിക്കിട്ട് നല്ല അടിപൊളി കളർഫുൾ ആക്കി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കടാ. എന്നാൽ ശരി ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് 2-3 ദിവസത്തിന് ശേഷമോ നാളെയോ, എടാ നാളെ ഞാൻ ഏതായാലും ഇനി വീഡിയോ എടുക്കുന്നില്ല, നാളെ നമുക്ക് ഷോർട്സ് എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. സീ യു, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.